ഹലോ നമസ്കാരം. എല്ലാവർക്കും ജീവിതൻ മലയാളത്തിൻ്റെ ഓണാശംസകൾ അഡ്വാൻസ്ഡ് ആയിട്ട് നേരുകയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് എല്ലായിടത്തും ഓണം വന്നു. നാളെയാണ് തിരുവോണം, ഇന്ന് ഉത്രാട ദിനമാണ്. ഉത്രാട പാച്ചിലാണ് കേരളം മുഴുവൻ. ഇതിനിടയിൽ വർഷത്തിൽ 2 തവണ ഓണം ആഘോഷിക്കുന്ന ഒരു നാട് കേരളത്തിലുണ്ട്. ആ നാടിൻ്റെ ചില വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ലൈവിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ചിങ്ങത്തിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന, അതായത് ചിങ്ങമാസത്തിൽ ഓണം ആഘോഷിക്കുന്ന ഓർമ്മ ദീപാവലി കാലത്തും ഓണം ആഘോഷിക്കുന്ന നാടാണ് കാസർഗോഡ് ഉള്ള ഒരു വിഭാഗം, ഒരു സമൂഹം 2 തവണയാണ് വർഷത്തിൽ ഓണം ആഘോഷിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അങ്ങനെയാണ്. കാസർഗോഡ് ജനങ്ങളും തുളുവ സമൂഹത്തിൽപ്പെട്ട ആളുകളുമാണ് ഈ ആചാരം മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ മഹാബലി തമ്പുരാൻ മലയാളികളെ കാണാൻ എത്തുന്നത് തിരുവോണക്കാലത്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും, എന്നാൽ അതല്ല, മറിച്ച് ചിങ്ങമാസത്തിലല്ല, മറിച്ച് തുലാമാസത്തിലെ അമാവാസിക്ക് തൊട്ട് മുമ്പുള്ള 3 ദിവസങ്ങളിലാണെന്നാണ് ഇവരുടെ കാസർഗോട്ടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ വിശ്വാസം. ഇതിനെ പൊലിയന്ത്ര എന്നാണ് കാസർഗോഡുകാർ വിശേഷിപ്പിക്കുന്നത്. ഈ ബലിയന്ത്ര എന്നും ഇതിനൊരു പേരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കേരളത്തിലെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹാബലിയെ ഭരണാധികാരി എന്നതിന്, അതായത് മഹാബലി തമ്പുരാൻ കേരളം വാണിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ ഒരു ഭരണാധികാരി എന്നത് മാത്രമല്ല, ഒരു ദൈവമായി കൂടെയാണ് ഈ കാസർഗോഡുകാരുടെ ആരാധനകളിലുള്ളത്. ഈ തുലാമാസത്തിലെ അമാവാസി ദിവസത്തിൽ കുടുംബത്തിലെ പുരുഷന്മാർ ഏഴിലം പാലയുടെ ശാഖകൾ മുറിച്ചിട്ട് കെട്ടുകളാക്കി ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ തൊഴുത്തുകളിലൊക്കെ സ്ഥാപിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് കൂടാതെ പൂക്കളും ചിരട്ടകളും ഒക്കെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ഈ ശാഖകളൊക്കെ അലങ്കരിച്ചിട്ട് വറുത്ത അരി നിറച്ച തുണി സഞ്ചി എണ്ണയിൽ മുക്കി ചിരട്ടയിൽ വെച്ചിട്ട് തിരി തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ തിരി തെളിയിച്ച ശേഷം പൊലിയന്ത്ര ഹരിയോം ഹരി എന്ന പ്രത്യേക മന്ത്രം ജപിച്ച് ചടങ്ങുകൾ നടത്തുന്ന ഒരു പതിവും ഇക്കാലത്ത് ഈ കാലഘട്ടത്തിൽ കാസർഗോട്ടുകാർ ചെയ്യാറുണ്ട്. തുടർച്ചയായിട്ട് 3 ദിവസങ്ങളിലാണ് ഭക്തിയോടെ പൊലിയന്ത്ര ചടങ്ങുകൾ നടക്കുന്നത്. ഈ ചടങ്ങുകളുടെയൊക്കെ ഏറ്റവും അവസാന ദിവസം മേപ്പാട്ട് കലത്ത് നേരത്തെ വാ എന്ന പ്രാർത്ഥനാപൂർവം ജപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അനുഷ്ഠാനവും ഇവർ ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളം TV.com വെബ്സൈറ്റിൽ വിശദമായി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ വാർത്ത ഞങ്ങൾ പിൻ ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, അടുത്ത വർഷം ഞങ്ങളുടെ നാട്ടിലേക്ക് കുറച്ചുകൂടി നേരത്തെ തന്നെ വരണേ എന്ന് മഹാബലി തമ്പുരാനോട് സ്നേഹത്തോടെയും ആദരവോടെയും പ്രജകൾ അപേക്ഷിക്കുന്നതായാണ് സങ്കല്പം. ഈ കാഞ്ഞങ്ങാടിന് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം തളികയിൽ അരിയും തിരിയുമായി പ്രത്യേകം ആരതി ഒഴിഞ്ഞ ശേഷം അങ്ങനെയാണ് അതിന് വിളക്ക് കത്തിക്കുന്നത്. തൃക്കരിപ്പൂർ മുതലായിട്ട് കർണാടകത്തിലെ കുന്താപുര വരെയാണ് മഹാബലിയെ പൂജിക്കുന്ന ഈ തുളുനാടൻ ആഘോഷം. കാസർഗോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഭാഗങ്ങളിൽ ആഘോഷിക്കാറുണ്ട്. ഉത്തര മലബാറിലാണ് പൊലിയന്ത്ര ചടങ്ങിനൊപ്പം മഹാബലിയെ സ്തുതിക്കുന്ന ബലീന്ദ്ര സന്ധ്യ എന്നൊരു നാടൻ പാട്ടും ചിലയിടങ്ങളിൽ പാടാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ 11ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഒരു ഇറാനിയൻ ചരിത്രകാരനായ അൽബറൂണി ദീപാവലി കാലത്തെ അത്യപൂർവ ചടങ്ങിനെ കുറിച്ച്, മഹാബലിയുടെ ആരാധനയെ കുറിച്ചൊക്കെ തന്റെ കുറിപ്പുകളിലൊക്കെ രേഖപ്പെടുത്തിയായിട്ട് അവരുണ്ട്. ഈ ചിലയിടങ്ങളിലൊക്കെ പണ്ടത്തെ ആചാരങ്ങളാണ്, ഇത് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിലും കർണാടകയുടെ ചില ഭാഗങ്ങളിൽ ഇന്നും പഴമയുടെ തനിമ ഒട്ടും ചോരാതെ ഈ ആഘോഷമൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഓണക്കാലങ്ങളിൽ വളരെ വ്യത്യസ്തമായ ആഘോഷങ്ങളും പര്യടനങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിട്ട്. അപ്പം നമുക്കതിൽ ഓണത്തിരക്കുകളിലാണ് നാടും നഗരവും ഒക്കെ. ഓണശക്തമായ ഉത്രാടത്തിലെ എല്ലാ സാധനങ്ങളും അടുപ്പിക്കാനായിട്ടുള്ള ഉത്രാടപ്പാച്ചിലിൻ്റെ പേര് തന്നെ അതുകൊണ്ടാണ്. കേരളം ഓണത്തിരക്കുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓണ സന്ദേശവും എത്തിയിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കിയ പ്രയാസങ്ങൾ ഇനിയും മാറിയിട്ടില്ല, പക്ഷേ അതിജീവനത്തിനുള്ള കരുത്തും ആത്മവിശ്വാസമാണ് നമുക്ക് ഓരോ ആഘോഷങ്ങളിലും ലഭിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അദ്ദേഹം ഓണ സന്ദേശമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മലയാളികൾക്കെല്ലാം അദ്ദേഹം ഓണ സന്ദേശവും നേരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓണാഘോഷം അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തിയാണ്. ഓണാഘോഷത്തിലേക്ക് കേരളം ചുവട് വയ്ക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞാൽ തിരുവോണ ദിവസമായി. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓണം എന്ന് പറയുന്നത്. ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും എല്ലാവിധ ആശംസകളും പ്രേക്ഷകർക്കും ഞങ്ങൾ നേരുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.